ഹൈറിച്ചുമായി ബന്ധപ്പെട്ട കേസും ഇന്ന് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന CMLA കോടതി ഇന്ന് പരിഗണിക്കുന്നത്. അവിടെ ഇതിലെ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹൈറിച്ചിൻ്റെ ഉടമകൾ നൽകിയ ഹർജി പരിഗണിക്കുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഈ കേസിൻ്റെ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് നേരത്തെ തന്നെ ഹൈക്കോടതി ഈ കോടതി മുന്നോട്ട് വെച്ചത്. അതുമായി ബന്ധപ്പെട്ട് എന്ന് ഇവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സാധിക്കുമെന്നത് വിവരം ധരിപ്പിക്കാൻ വേണ്ടി. സുരേഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും നീളുകയാണല്ലേ? കൂടുതൽ പേർ ഇവരെ സഹായിച്ചു എന്ന രീതിയിലുള്ള കണ്ടെത്തലുകൾ, അത്തരത്തിലുള്ള ഒരു സംശയം കൂടി അന്വേഷണ സംഘത്തിനുണ്ടോ? KP സുരേഷ്, അതിൽ രണ്ട് കാര്യമാണ്. കേരളത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ ഇല്ലെങ്കിൽ തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലാണോ ഇവർ ഒളിവിൽ താമസിക്കുന്നതെന്നുള്ള സംശയം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ ഈ ഹൈറിച്ചിലെ നിക്ഷേപകരിൽ പലരും, വലിയ തുകകൾ നിക്ഷേപിച്ചവർ പലരും ഈ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവർ ആ സ്രോതസ് വെളിപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ വരുന്നു. കാരണം വലിയ തുകകൾ നഷ്ടപ്പെട്ടവർ പോലും ഇത് സംബന്ധിച്ച് ഒരു പരാതിയും ഉന്നയിക്കുന്നില്ല, ഇല്ലെങ്കിൽ അത്തരം ഒരു പരാതിയുമായി നിയമ സ്ഥാപനങ്ങളെ സമീപിക്കുന്നില്ല. കാരണം അത് കള്ളപ്പണമായതുകൊണ്ട് തന്നെ അതിൻ്റെ സ്രോതസ് വെളിപ്പെടുത്തേണ്ടി വരും എന്നതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു സമീപനം ഈ നിക്ഷേപകർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിക്ഷേപകരുടെ വിവരങ്ങൾ കൃത്യമായി തന്നെ ശേഖരിച്ചുകൊണ്ട് അവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്ന ഒരു സമീപനമാണ് ED ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഇതര സംസ്ഥാനങ്ങളിലുള്ള നിക്ഷേപകരിലേക്കും അന്വേഷണം എത്തപ്പെടുകയാണ്. അത് വലിയ രീതിയിലുള്ള ഒരു കുരുക്കായി മാറുകയും ചെയ്യും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാപകമായി നിക്ഷേപം എത്തിയിട്ടുണ്ടെന്നാണ് ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം സ്വാഭാവികമായും ഇതര സംസ്ഥാന നിക്ഷേപകരിലേക്കും പോകുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് ഒളിവിൽ താമസിക്കാൻ അടക്കം സഹായം ചെയ്യുന്നവരിലേക്കും അന്വേഷണം നീങ്ങുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും ഈ കേസിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ഈ കോടതിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിലും ഈ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണമെന്നൊരു നിർദ്ദേശം ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. KP സുരേഷ്. ഏതായാലും എക്സാലോജിക് വിഷയവുമായി ബന്ധപ്പെട്ട്, മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഇടപെടൽ ഇന്നുണ്ടാകും. 2 ഹർജികളാണ് കോടതി പരിഗണിക്കുന്നത്. ഒപ്പം ഹൈറിച്ച് കേസിൽ കല്ലൂർ PMLA കോടതിയും ഇന്ന് വിധി പറയും. സുധീഷ് ഗോപാലാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.